ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു വാഴക്കൂമ്പ് തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് വെച്ച് നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് എങ്ങനെ തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ വാഴക്കൂമ്പാണ്. എല്ലാ വീട്ടിലും വാഴയൊക്കെ കാണുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു മായവും ഒന്നും ചേരാത്ത വാഴക്കൂമ്പ് വെച്ച് നമുക്ക് വളരെ രുചികരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല നാടൻ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഞാനൊരു വാഴക്കൂമ്പ് അതിൻ്റെ പോളയൊക്കെ കുറച്ച് അടർത്തി മാറ്റി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കാം. ഈ വാഴക്കൂമ്പ് വെച്ച് നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്, കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഈ വാഴക്കൂമ്പ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നൊരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വാഴക്കൂമ്പെല്ലാം ഞാൻ വൃത്തിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ കയറി കാണണമെന്നുള്ളവർക്ക് കയറി കാണാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാളയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുക്, ഒരല്പം ചെറിയ ഉള്ളിയോ സവാള അരിഞ്ഞതാണ് ഞാൻ ഇട്ടത്. 3-4 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉഴുന്ന് ചേർക്കുന്നുണ്ട്, 2 പച്ചമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം. ഉഴുന്ന് നമ്മൾ ഇതിൽ കിടന്ന് മൂക്കുമ്പോൾ നമ്മൾ തോരൻ ഇങ്ങനെ തിന്നുമ്പോൾ ഉഴുന്ന് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. നമ്മൾ ഇടിച്ചക്ക തോരനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചക്ക ഒക്കെ കുഴയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ കടുവറുക്കം വെച്ച് ഉഴുന്ന് പരിപ്പ് ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വാഴക്കൂമ്പ് പിന്നെ കൊടപ്പൻ എന്നൊക്കെ അല്ലേ പല സ്ഥലങ്ങളിൽ പല പേരെല്ലാം ആണല്ലോ അറിയപ്പെടുന്നത് വാഴക്കൂമ്പ്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ജീരകവും 1 പച്ചമുളകും 2 കഷ്ണം വെളുത്തുള്ളിയുമാണ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണം. അധികം വേവൊന്നും ഇല്ല നമ്മുടെ വാഴക്കൂമ്പ് തോരന്. 2-3 മിനിറ്റ് മതി അത് അടുപ്പിലൊന്ന് ഇരുന്ന് വേവാൻ. അതിന് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നാലും അതിലുള്ള വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് നമ്മൾ തോർത്തി എടുക്കണം. അതിനുശേഷം അതിൻ്റെ നടുക്കത്തേക്ക് ഞാൻ 1 മുട്ട, ഒരല്പം കുരുമുളകും ഉപ്പും ചേർത്ത് അടിച്ചു വെച്ചതാണ്. അത് അതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കണം. ചിക്കി ഇളക്കി നന്നായിട്ട് തോർത്തി നമ്മൾ ഈ വാഴക്കൂമ്പുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി ചിക്കി എടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മുട്ടയിൽ ഞാൻ 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ചിക്കി തോർത്തി നമ്മൾ ഈ തോരൻ എടുക്കണം. വളരെ ടേസ്റ്റാണ് മുട്ടയും കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ. നമ്മൾ ചോറും തൈരും ചമ്മന്തിയും ഒരു ഉണക്കമീനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട. നമ്മൾ ഈ വാഴക്കൂമ്പ് തോരൻ്റെ കൂടെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. മുട്ട ചേർത്ത് വാഴക്കൂമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വാഴക്കൂമ്പൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ മുട്ട ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇനി വീട്ടിലെ വാഴക്കൂമ്പ് പൊടിച്ച് ഇതേപോലെ മുട്ട ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.